വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പുറപ്പാട് 3:14, അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യവും 26-ാം വാക്യവും, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. 26, അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യരാണ്. യശയ്യാവ് 9:6, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഈ വാക്യത്തിൽ നമുക്ക് പുത്രനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കാണാം. എബ്രായർ 9:14, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ആത്മാവ് നിത്യമാണ്, പിതാവ് നിത്യമാണ്, പുത്രൻ നിത്യമാണ്. അപ്രകാരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്. 1 പത്രോസ് 1:2, ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ വചനത്തിൽ നാം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവും ദൈവമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. നമുക്കിനിയും ദിവ്യ ത്രിത്വത്തെ കുറിച്ച് ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ അവർ വ്യക്തമായവരാണ് അഥവാ വ്യക്തതയുള്ളവരാണ്. എന്നാൽ അവരെ തമ്മിൽ വേർപിരിക്കുവാൻ കഴിയുന്നതല്ല. ഒരു കത്തിയെടുത്ത് ഒരു പഴം നാം മുറിക്കുന്നത് പോലെ ഇത് പിതാവ്, ഇത് പുത്രൻ, ഇത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് അവരെ മൂവരെയും നമുക്ക് മുറിച്ചു മാറ്റുവാൻ കഴിയുന്നതല്ല. ക്ഷമിക്കണം, ഇത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതല്ല. അവർ വളരെ വ്യക്തതയുള്ളവരാണ്, എന്നാൽ അവരെ ഒരിക്കലും വേർപിരിക്കുവാൻ കഴിയുകയില്ല. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ, യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യോഹന്നാൻ 10:30, ഞാനും പിതാവും ഒന്നാകുന്നു. ഇവിടെ പുത്രൻ തന്നെ പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, ഞങ്ങളെ വേർപിരിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. 1 കൊരിന്ത്യർ 15:45, ഒടുക്കത്തെ ആദാം ജീവൻ നൽകുന്ന ആത്മാവായി തീർന്നു എന്ന് പറയുന്നു. ജഡത്തിൽ വന്ന പുത്രനായ ക്രിസ്തു ജീവൻ നൽകുന്ന ആത്മാവായി തീർന്നുവെന്നാണ് ഇത് പ്രതിപാദിക്കുന്നത്. അതിനാൽ പുത്രനെയും ആത്മാവിനെയും നമുക്ക് വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഈ വാക്യത്തിലൂടെ നാം കാണുന്നു. നമുക്ക് പിതാവിനെയും പുത്രനെയും വേർപിരിക്കുവാൻ കഴിയുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവർ ഒരേ സമയം നിലനിൽക്കുന്നവരാണ്, നിത്യത മുതൽ നിത്യത വരെയും. യോഹന്നാൻ 14:15-16, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. എഫെസ്യർ 3:14-17 വരെയുള്ള വാക്യങ്ങളിലും ഇതുപോലെ പിതാവിനെയും പുത്രനെയും ആത്മാവിനെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിതാവ് പുത്രനിലാകുന്നുവെന്നും പുത്രൻ ആത്മാവിലാകുന്നുവെന്നും
ആത്മാവ് പിതാവിനും പുത്രനിലും ആകുന്നുവെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് തമ്മിൽ ആന്തരികമായി ഒരുമിച്ച് വസിക്കുക എന്നുള്ളതാണ്. അവർ പരസ്പരം ഇഴുകിച്ചേർന്ന് വസിക്കുന്നു. യോഹന്നാൻ 14:10 ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ലൂക്കോസ് 4:1 യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. യോഹന്നാൻ 14:10 ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? യോഹന്നാൻ 15:26 ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. പിതാവ് സ്രോതസ്സായും പുത്രൻ അതിന്റെ ഗതി അഥവാ മാർഗമായും ആത്മാവ് അതിന്റെ പകർച്ചയായും നമുക്ക് കാണുന്നു. അഥവാ ആത്മാവ് അതിന്റെ ഒഴുക്കാവും. ഇത് വൈദ്യുതി നിലയത്തിൽ നിന്നും വിദ്യുച്ഛക്തി ഉൽപ്പാദിപ്പിച്ച് അത് ഒരു കമ്പിയിലൂടെ പുറപ്പെട്ടു നമ്മുടെ ഭവനങ്ങളിൽ നമ്മളുടെ വൈദ്യുശക്തിയുടെ ആവശ്യം വെളിച്ചത്തിലൂടെയും മറ്റ് ഉപകരണങ്ങളിലൂടെയും നിറവേറ്റി തരുന്നത് പോലെയാണ് ഇത്. പിതാവ് ഉറവിടത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന വിദ്യുച്ഛക്തിയായും പുത്രൻ അതിനെ വഹിച്ചു കൊണ്ടുപോകുന്ന വയറായും, ഈ വയറിൽ നിന്നും വിദ്യുച്ഛക്തി നമുക്കൊരിക്കലും വേർപെടുത്തി മാറ്റുവാൻ കഴിയുന്നതല്ല. പരിശുദ്ധാത്മാവ് അതിന്റെ ഒഴുക്കാണ്. വെളിപ്പാട് 22:1 വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. ഇവിടെ ആത്മാവിനെ നമുക്ക് ഒരു ഒഴുക്ക് ആയി കാണുവാൻ കഴിയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇവർ മൂവരും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. എഫെസ്യർ 4:6 എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. കൊലോസ്യർ 1:27 അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. യോഹന്നാൻ 14:17 ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിതാവും പുത്രനും ആത്മാവും ഒന്നാകുന്നുവെന്നും അവർ നമ്മിൽ വസിക്കുന്നുവെന്നും ഉള്ളതാണ്. നമുക്ക് അവനെ പിതാവായി ആസ്വദിക്കുവാൻ കഴിയും, പുത്രനായി ആസ്വദിക്കാൻ കഴിയും, പരിശുദ്ധാത്മാവായും ആസ്വദിക്കുവാൻ കഴിയും. ഈ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് ഒരുമിച്ച് തന്നെ എപ്പോഴും നമുക്ക് ആസ്വദിക്കുവാൻ തക്കവണ്ണം അനുഭവമാക്കുവാൻ തക്കവണ്ണവും കഴിയും. ഇപ്രകാരം അവർ മൂവരായി നമുക്ക് കാണപ്പെടുന്നതിന്റെ കാരണം ദൈവത്തിന്റെ വ്യവസ്ഥയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. വ്യവസ്ഥ എന്ന ഇംഗ്ലീഷ് പദത്തിൽ വ്യവസ്ഥ എന്ന ഗ്രീക്ക് പദം ഓയിക്കണോമിയ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ കൂടി ചേർന്ന് ഉളവായതാണ്. ഓയിക്കോസ് ആൻഡ് നോമോസ്, ഗൃഹഭരണ സംവിധാനം. ദൈവത്തിന്റെ ഗൃഹഭരണ സംവിധാനം അഥവാ ദൈവത്തിന്റെ ഈ സമയാരംഭം മുതൽ സമയം അവസാനിക്കുന്ന കാലഘട്ടം വരെ വരുംകാല നിത്യത വരെയുമുള്ള പ്രകാരം ദൈവത്തിന്റെ ഈ കാലഘട്ടത്തിൽ, ഈ സമയം എന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഭരണ സംവിധാനവും ദൈവത്തിന്റെ ഹൃദയാഭിലാഷവും നിറവേറ്റി തന്റെ ആത്യന്തിക പരിണിതിയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള, ദൈവം തന്നെ മനുഷ്യനിലേക്ക് പകരുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ പറയുന്ന ത്രിയേക ദൈവം. ആമേൻ. ഈ ത്രിയേക ദൈവം ഒരു ഉപദേശ സംബന്ധമായ ഒരു വിഷയത്തിന് വേണ്ടിയുള്ളതല്ല, അല്ലെങ്കിൽ വാദമുഖങ്ങൾക്ക് വേണ്ടിയുള്ള വിഷയത്തിനായിട്ടല്ല. ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിലേക്ക് പകരുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമാണ്, തൻ്റെ പദ്ധതിയാണ് ത്രിയേക ദൈവം എന്ന് നാം കാണുന്നത്. ഈ വിഷയം നമുക്ക് ഒരു അറിവിന് വേണ്ടിയോ വാഗ്വാദ തർക്കത്തിന് വേണ്ടിയോ അഥവാ ഉപദേശങ്ങൾക്ക് വേണ്ടിയോ അല്ല. ഈ ദൈവം നമുക്ക് അനുഭവമാക്കുന്നതിനും ഈ ദൈവത്തെ നാം അനുഭവമാക്കുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ഈ ത്രിയേക ദൈവം എന്ന് നാം കാണുന്നത്. അപ്രകാരം ഈ നിസ്തുലനായ ദൈവത്തെ നമുക്ക് അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ അവന്റെ ദിവ്യ ത്രിത്വത്തെയും. അങ്ങനെ ആ ദൈവത്തിന്റെ പകർച്ച നമുക്ക് അധികമായി സ്വീകരിക്കുവാൻ കഴിയട്ടെ. ആമേൻ.